നേമം മണ്ഡലത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥിയാകുന്നത് KS ശബരിനാഥനാണ്. വലിയ രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമാക്കുകയാണ്. ഈ UDFിന്റെ സ്ഥാനാർത്ഥിയായി നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നു. എങ്ങനെയാണ് പ്രതീക്ഷ? വളരെ നല്ല വിജയ പ്രതീക്ഷയുണ്ട്. ഇത്തവണ നേമം തിരുത്തും, കേരളം തിരുത്തും, തിരുവനന്തപുരം തിരുത്തും. ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടാകും. നേമത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകും. UDFിനോടൊപ്പം നേമം നിൽക്കും. ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ്. അപ്പൊ അതിലൊരു ആശങ്കയുണ്ടോ? ഒരു ആശങ്കയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫോർച്യൂൺ ഫേവേഴ്സ് ബ്രേവ് എന്നുള്ളതാണ്. സർവേശ്വരൻ ഒരു വലിയ നിയോഗം ഏറ്റെടുക്കുന്ന ആളുകളെ സഹായിക്കും. അതുമാത്രമല്ല, UDF ശക്തമാണ്. ഇവിടെ പാർട്ടി സംവിധാനം, മുന്നണി സംവിധാനം ശക്തമാണ്. ഈ ഇലക്ഷനിൽ UDF രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഇടതുപക്ഷവും BJP തമ്മിലുള്ള ബാന്ധവം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി 100% UDF നിയമം തിരികെ പിടിക്കും. എന്തൊക്കെ വിഷയങ്ങളാണ് ഈ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളായി പറയുന്ന ഈ നാട്ടിൽ ഏകദേശം 6 ലക്ഷം കോടിയുടെ കടത്തിലാണ്. പാവങ്ങൾക്ക് ജോലിയില്ല. ഇവിടെ സ്വർണ്ണക്കള്ളയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ പോയാൽ ആളുകൾ മരിക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ BJP എന്ത് ചെയ്തു? ഗ്യാസ് കുറ്റി പോലും കിട്ടുന്നില്ല. അപ്പോൾ വികസനം പറയുന്ന ആളുകൾക്ക് വികസനമില്ല. പിന്നെ ഇന്നാട്ടിൽ തെറ്റായിട്ടുള്ള വർഗീയാരോപണങ്ങൾ. ശരിയായിട്ടുള്ള കേരള സ്റ്റോറി നേമത്തിൽ നിന്ന് വരും. നേമത്തിലെ UDF സ്റ്റോറി ആയിരിക്കും ശരിയായ കേരള സ്റ്റോറി. ഈ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ വൈകുന്നൊരു സാഹചര്യമുണ്ട്. അതിലെന്തെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ച CPMന്റെ പട്ടികയിൽ നിന്ന് ആളുകൾ ഒഴിവുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പയ്യന്നൂരും തളിപ്പറമ്പും പോലത്തെ കടുത്ത CPM മേഖലയിൽ റിബൽ വരികയാണ്. കോൺഗ്രസിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോളും. BJPയുടെ പട്ടിക മുന്നേ വന്നിട്ടില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വിജയം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു. അതിനേക്കാളും വലിയ വിജയം തീർച്ചയായിട്ടും UDF ഉണ്ടാകും. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ നേമം കളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ശബരിനാഥൻ. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.